നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃത്താല മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി UDF സ്ഥാനാർത്ഥി VT ബൽറാം. വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് തിരുമിച്ചക്കോട് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടുമൊപ്പമെത്തിയ അദ്ദേഹം ഓരോ വോട്ടറെയും നേരിൽ കണ്ട് സംസാരിക്കുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. വോട്ടർമാരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രചരണത്തിനിടെ സംസാരിക്കവേ സംസ്ഥാന സർക്കാരിനെതിരെയും മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് ബൽറാം പറഞ്ഞു. UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തൃത്താല മണ്ഡലത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കുറേ പ്രദേശങ്ങളിലാണ് ഇവിടുത്തെ പ്രാദേശിക സഹപ്രവർത്തകരോടൊപ്പം UDFന്റെ നേതാക്കന്മാരോടൊപ്പം ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റെസ്പോൺസാണ്. കാരണം 2-3 കാരണങ്ങളാണ്. ഒന്ന്, സംസ്ഥാനത്തെ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്നൊരു മോചനം വേണം എന്നുള്ളത് മുഴുവൻ ആളുകളും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് നല്ല നിലയിൽ തൃത്താലയിലും പ്രതിഫലിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തൊരു മന്ത്രിയാണ് അപ്പുറത്ത് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള മുഴുവൻ ഭരണവിരുദ്ധ വികാരവും തൃത്താലയിൽ പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതോടൊപ്പം തൃത്താലയിലെ സവിശേഷമായിട്ടുള്ള ചില താരതമ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം എന്നെ ജനപ്രതിനിധിയായി വിജയിപ്പിച്ചതിന് ശേഷമുള്ള 10 വർഷം തൃത്താലയിൽ അനുഭവേദ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിന് കഴിഞ്ഞ 5 വർഷത്തിലുണ്ടായ ഇടർച്ച, അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ആഗ്രഹം, അതൊക്കെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി തൃത്താല മണ്ഡലം നേരിടുന്ന വികസന മുരടിപ്പിന് മറുപടി നൽകാനുള്ള അവസരമാണിതെന്നും ജനങ്ങൾ UDFന് അനുകൂലമായി വിധിയെഴുതുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ പ്രചരണം വ്യാപിപ്പിക്കാനാണ് UDF ക്യാമ്പിന്റെ തീരുമാനം. തൃത്താലയുടെ ജനങ്ങളുടെ മുമ്പിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന, അവർക്കൊപ്പം ഏതൊരു ഘട്ടത്തിലും നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. ആ ഒരു നല്ല കാലം തിരിച്ചു പിടിക്കാൻ ഇത്തവണ തൃത്താല എന്നോടൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.